ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 2-3 ഔഷധ സസ്യങ്ങളാണ്. അതിൽ ഒന്നാണ് നമ്മുടെ ഈ ഒറിജിനൽ പാരിജാതം. നല്ലൊരു ഔഷധ സസ്യവുമാണ്, ഒപ്പം നല്ലൊരു അലങ്കാര സസ്യവുമാണ്. ഇതിന് നല്ല വെള്ള പൂക്കളാണ്. ഇത് അതിൻ്റെ തൈയാണ്, പൂത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. വാതരോഗത്തിന് കട്ടിയുള്ള പുറന്തൊലി നീക്കം ചെയ്ത് ഉണക്കി വീഞ്ഞിലിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് തൊട്ടാൽ തന്നെ ക്ഷീണമകറ്റും എന്നാണ് ഈ ചെടിയെക്കുറിച്ച് പൊതുവെ പറയുന്നത്. ജലദോഷത്തിന് ഇതിൻ്റെ പുറന്തൊലിയുടെ കഷായം ഉപയോഗിക്കാം. അതും ആസ്മയ്ക്കും ഈ കഷായം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ ഒറിജിനൽ പാരിജാതം. ഇതിന് പൂവിടരുമ്പോൾ ഞാനിത് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അടുത്ത നമ്മുടെ ഔഷധ സസ്യം തൂതുവള. ചുമ, കഫം, ശ്വാസമുട്ടലിന് ഒരു സിദ്ധ ഔഷധമാണിത്. ഇതിൻ്റെ സമൂലം വെട്ടിയെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ നമ്മുടെ ശ്വാസമുട്ടലും ചുമയും കഫവുമെല്ലാം മാറിക്കിട്ടും. ഇത് അത്യപൂർവങ്ങളിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ്. അടുത്തതാണ് നമ്മുടെ കറ്റാലൻ ജാസ്മിൻ അഥവാ റോയൽ ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാട്ടുമുല്ല വർഗത്തിൽപ്പെട്ട ഔഷധ സസ്യം. ഇതിന് നല്ല വെള്ളപ്പൂക്കളാണ്. ഇതൊരു അലങ്കാര സസ്യവുമാണ്, ഒപ്പം നല്ലൊരു ഔഷധ സസ്യവുമാണ്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്ന് കേട്ടാലോ. മുറിവുകൾ, തലവേദന, ത്വക്ക് രോഗങ്ങൾ, ഓറൽ അറയിലെ അൾസർ, ഉദ്ധാരണക്കുറവ്, മോണവീക്കം എന്നിവയ്ക്ക് നല്ലൊരു ഔഷധമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു അലങ്കാര സസ്യമായും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതിൽ പൂക്കളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.